പ്രിയ കൂട്ടുകാരെ, നിഴലായി വരുന്നവൻ എന്ന കഥയുടെ അവസാന ഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യത്തെ 3 പാർട്ടുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് കഥയിലേക്ക് പോകാം. മെന്റലി അബ്നോർമൽ ആയ ഒരാൾ ഏത് സമയത്ത് എന്തു ചെയ്യുമെന്ന് സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും പറയാൻ കഴിയില്ല. നിയമത്തിലെ ആ ഒരു ലൂപ്പ് ഹോൾ മാത്രം മതി എനിക്ക് ഈസിയായി ഈ കേസിൽ നിന്നും നിങ്ങളുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോകാൻ. ഇതുവരെ അന്വേഷിച്ച ഒരു കേസിലും തോൽവി എന്തെന്നറിയാത്ത നന്ദകിഷോർ IPSഉം ഭാര്യ ഗൗരീനന്ദൻ IPSഉം ഇതാ ആദ്യമായി തോൽക്കാൻ പോകുന്നു. അതും ഈ ഭ്രാന്തന്റെ മുന്നിൽ തോൽക്കാൻ പോകുന്നു. ഋഷഭിന്റെ ചിരി അവിടെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഉറപ്പിക്കാവോ? ഋഷഭ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ നന്ദൻ പെട്ടെന്ന് ചോദിച്ചതും പിടിച്ചു നിർത്തിയ പോലെ ഋഷഭിന്റെ മുഖത്തെ ചിരി നിന്നു. എന്താ ഋഷഭ്, നിന്റെ മുഖത്തെ ചിരി പെട്ടെന്ന് നിന്നല്ലോ? നന്ദൻ പരിഹാസത്തോടെ ചോദിച്ചതും ഋഷഭിന്റെ മുഖത്തെന്തോ ഒരു സംശയം നിറഞ്ഞു. നീ പറഞ്ഞല്ലോ റെക്കോർഡ് പ്രകാരം നീയൊരു ഭ്രാന്തനാണെന്ന്. നന്ദൻ ഋഷഭിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ഋഷഭ് നന്ദനെ ഒന്ന് നോക്കി. എന്നാൽ അതേ റെക്കോർഡ് പ്രകാരം ഋഷഭ് കൃഷ്ണ ഇപ്പോഴും കോവളത്തെ സെന്റ് മേരീസ് മെന്റൽ ഹോസ്പിറ്റലിൽ സെൽ നമ്പർ 116 മെന്റൽ പേഷ്യന്റായ ഋഷഭ് കൃഷ്ണ അവിടെയുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന നീ ആരാണ്? സെന്റ് മേരീസ് മെന്റൽ ഹോസ്പിറ്റലിലെ സെൽ നമ്പർ 116 കഴിയുന്ന ഋഷഭ് കൃഷ്ണയുടെ ഐഡന്റിറ്റിയിൽ സീരിയൽ കൊലപാതകങ്ങൾ നടത്തിയ ഒരു കൊലപാതകി. നീ അവിടെ നിന്നും രക്ഷപ്പെടാൻ കാണിച്ച അതേ ബുദ്ധിയിൽ തന്നെയാണ് നീ പെട്ടതും. നീ എന്തു കരുതി സേതുലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങുമെന്നോ? എന്നാൽ നിനക്ക് തെറ്റി. അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ അന്വേഷിച്ചിരുന്നു. അതിൽ നിന്ന് കുറച്ചു കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ ചേച്ചി കാളന്തിയുടെ ബാല്യകാല സുഹൃത്താണ് കോൺസ്റ്റബിൾ സേതുലക്ഷ്മി എന്നും സേതുലക്ഷ്മിയിൽ നിന്നാണ് കാളന്തിയുടെയും നിന്റെയും പേരിൽ ഒരു കേസ് പോലും ആ സ്റ്റേഷനിലില്ല എന്നും ചേച്ചിയെ അറസ്റ്റ് ചെയ്തത് നിന്റെ ചേച്ചിയോടുള്ള ഒരു പ്രതികാരത്തിന്റെ പേരിലാണെന്നും നീ അറിഞ്ഞത്. സേതുലക്ഷ്മിയുടെ അടുത്ത് നിന്നാണ് നീ കൊലപ്പെടുത്തിയ എല്ലാവരും ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്തതെന്നും നീ അറിഞ്ഞത്. എന്താ ശരിയല്ലേ മിസ്റ്റർ ഋഷഭ് കൃഷ്ണ? നന്ദൻ പറഞ്ഞു നിർത്തിയതും ഋഷഭിന്റെ ശിരസ് താണു. നിങ്ങളുടെ പ്ലാനിംഗ് എല്ലാം ശരിയായിരുന്നു, പക്ഷേ ഒരിടത്ത് പിഴച്ചു. അതെവിടെയാണെന്നറിയാവോ? ഞങ്ങൾ സേതുലക്ഷ്മിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവൾ ഞങ്ങളിലേക്ക് എത്താനൊരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയം കണ്ടില്ലെങ്കിലും അവൾ തന്നെ ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞു. സേതുലക്ഷ്മി തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിന് അവൾ നിന്നെ പേടിക്കണം? അതായിരുന്നു ഞങ്ങളുടെ ആദ്യ സംശയം. പിന്നെ അവൾ നിന്റെ ചേച്ചിയെയും നിന്നെയും ഒരു പരിചയമില്ലാത്ത പോലെയാണ് അന്ന് ഞങ്ങളോട് നിങ്ങളുടെ കാര്യം പറഞ്ഞത്. അവിടെ ഞങ്ങൾക്ക് വലിയ സംശയമൊന്നുമില്ലായിരുന്നു. പക്ഷേ നിന്നെ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയതെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് അറിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ അവൾ പലതവണ നിന്നെ കാണാൻ ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിന്റെ പുറകെയൊന്ന് പോയപ്പോഴാണ് സേതുലക്ഷ്മിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഞങ്ങൾക്ക് മനസ്സിലായത്. കൂടാതെ നിന്റെ ആ വീട്ടിൽ നിന്നും സേതുലക്ഷ്മിയുടെയും നിന്റെ ചേച്ചിയുടെയും പഴയൊരു ഫോട്ടോയും കൂടി കിട്ടി. പിന്നെ അവിടെയുള്ള നാട്ടുകാർ വഴിയും കുറച്ചു കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞു. ഒന്നുമില്ലേലും കുറെ കാലം നിങ്ങൾ ഫാമിലിയായി ആ വീട്ടിൽ താമസിച്ചതല്ലേ? പിന്നെ നിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഇറക്കാൻ സഹായിച്ചതും സേതുലക്ഷ്മിയാണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സേതുലക്ഷ്മി ഇന്നലെ മുതൽ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. കൂടാതെ നിന്നെ ഹോസ്പിറ്റലിൽ നിന്നും ചാടിക്കാൻ സഹായിച്ച ഹോസ്പിറ്റലിലുള്ളവരും. ഗൗരി ഋഷഭിനോടായി പറഞ്ഞതും ഋഷഭ് നിരാശയോടെ തലതാഴ്ത്തി നിന്നു. അവന്റെ കോൺഫിഡൻസ് എല്ലാം അപ്പോഴേക്കും നശിച്ചിരുന്നു. ന്യായം നിന്റെ ഭാഗത്താണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ല. അപ്പോൾ ശരി, നമുക്ക് നാളെ കാണാം. ഇത്രയും പറഞ്ഞ് നന്ദനും ഗൗരിയും ആ മുറിയിൽ നിന്നും ഇറങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ ഋഷഭിനെയും കൊണ്ട് പോലീസ് കോട്ടയം ജില്ലാ കോടതിയിലേക്ക് വന്നു. നന്ദനും ഗൗരിയും അവരുടെ വക്കീലിനെ കാണാനും കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാനുമായി വക്കീലിന്റെ മുറിയിലേക്ക് പോയി. ഋഷഭ് അപ്പോഴേക്കും പോലീസ് വാഹനത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഋഷഭ് ചുറ്റുമൊന്ന് നോക്കി. സർ. എന്താ? ഋഷഭ് അടുത്തുനിന്ന പോലീസുകാരനെ വിളിച്ചതും അയാൾ അവനെ നോക്കി ചോദിച്ചു. സർ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു. ഋഷഭ് വല്ലായ്മയോടെ പറഞ്ഞു. നിന്റെ വിളിച്ചിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോളണം. കോൺസ്റ്റബിൾ അവനോട് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവന് കാവൽ നിന്നു. വിളച്ചിലൊന്നും അല്ല സർ, ഇപ്പോൾ എന്നെ ബാത്റൂമിൽ കൊണ്ടുപോയില്ലേ ആകെ നാറ്റക്കേസാവും. ഋഷഭ് വീണ്ടും പറഞ്ഞതും കോൺസ്റ്റബിൾ അവനെ ദേഷ്യത്തോടെ നോക്കി. എന്താടോ? ഋഷഭ് പറഞ്ഞത് കേട്ട് അവിടേക്ക് വന്ന SI ചോദിച്ചു. സാറേ, എന്നെയൊന്ന് ബാത്റൂമിലേക്ക് വിടുവോ? വയറിന് തീരെ സുഖമില്ല. രാവിലെ കഴിച്ച ഭക്ഷണം ശരിയല്ല എന്ന് തോന്നുന്നു.
ഋഷഭ് വല്ലായ്മയോടെ വീണ്ടും പറഞ്ഞു. ഡോ, ഇവനെയും കൊണ്ടൊന്ന് പോയി വാ. ഇല്ലേ ചിലപ്പോ നമുക്ക് പണിയാകും. പിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോകണ്ട, 2-3 പേരെ കൂടെ വിളിച്ചോ. ആ പോലീസുകാരൻ ഇതും പറഞ്ഞ് ഫോണുമായി മുന്നോട്ട് നടന്നു. അതുകണ്ട് ആ കോൺസ്റ്റബിൾ ഋഷഭിനെയും 2 കോൺസ്റ്റബിൾസിനെയും കൂടെ വിളിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. സർ, ഈ വിലങ്ങൊന്ന്, ഋഷഭ് കൈനീട്ടിക്കൊണ്ട് പറഞ്ഞതും, അയ്യടാ, എന്നിട്ട് നിനക്ക് രക്ഷപ്പെട്ടു പോകാനല്ലേ? എന്നാ പിന്നെ കഴിയുമ്പോൾ സാർ അകത്തോട്ട് വന്ന് കഴുകിത്താ. ഋഷഭ് സഹികെട്ട് പറഞ്ഞതും ആ കോൺസ്റ്റബിൾ അവന്റെ ഒരു കൈയിലെ വിലങ്ങഴിച്ചു കൊടുത്തു. അതുകൊണ്ടവൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി. അനീതേ, അടുത്ത കേസ് നമ്മുടെയാ, അവനിങ്ങ് കൊണ്ടുവാ. ഗൗരി കോട്ടയം സ്റ്റേഷനിലെ SIയോട് പറഞ്ഞു. യെസ് മാഡം. രാജീവ്, സുഗുണൻ സാറിനോട് ഋഷഭിനെ കൊണ്ട് വരാൻ പറ. അനിത കോൺസ്റ്റബിളിനോട് പറഞ്ഞതും അയാൾ പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു. മാഡം, അവരെ ആരെയും അവിടെ കാണുന്നില്ല. കോൺസ്റ്റബിൾ രാജീവ് പെട്ടെന്ന് അവിടേക്ക് ഓടിവന്ന് അനിതയോടും നന്ദനോടുമായി പറഞ്ഞു. വാട്ട്? ഗൗരി ചോദിച്ചതും, ഓ, അവനിതുവരെ ബാത്റൂമിൽ നിന്ന് വന്നില്ലേ? അവന് വയറിന് സുഖയില്ലാന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് പോയതാ. ആ ബാത്റൂമിന്റെ അവിടെ കാണും, പോയി വിളിച്ചോണ്ട് വാ. അനിത ഗൗരിയോടായി പറഞ്ഞ ശേഷം രാജീവിനോട് പറഞ്ഞു. വാട്ട്? ഷേ, അനിത പറഞ്ഞത് കേട്ട് നന്ദൻ വേഗം ബാത്റൂമിന്റെ അവിടേക്ക് ഓടി. അത് കണ്ട് ഗൗരിയും കൂടെ അനിതയും അവന്റെ പുറകെയും ഓടി. അവർ അവിടേക്ക് ചെല്ലുമ്പോൾ അടിയേറ്റ് നിലത്ത് കിടക്കുന്ന കോൺസ്റ്റബിൾസിനെയും അവരുടെ അടുത്ത് കിടക്കുന്ന വിലങ്ങുമാണ് കണ്ടത്. ഷേ, അവൻ രക്ഷപ്പെട്ടു. നന്ദൻ ഇതും പറഞ്ഞ് അവന്റെ കൈ ബാത്റൂമിന്റെ ചുവരിലേക്ക് ശക്തിയായി ഇടിച്ചു. അവൻ അധിക ദൂരം പോയി കാണാൻ വഴിയില്ല. ടൗണിലുള്ള എല്ലാ പോലീസുകാർക്കും ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അവന്റെ ഡ്രസ്സിന്റെ കളറടക്കം. പിന്നെ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എല്ലായിടത്തും അവന്റെ ഫോട്ടോയും അയക്കണം. ബസ് സ്റ്റാൻഡിൽ നിന്നും ദൂരേക്ക് പോകുന്ന എല്ലാ ബസ്സും ചെക്ക് ചെയ്യാൻ പറയണം. അവൻ ഇവിടെ വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല. നന്ദൻ ഗൗരിയോടായി പറഞ്ഞ ശേഷം ഫോണെടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പുറകിലേക്ക് നടന്നു. കൂടെ വേറെ കുറച്ച് പോലീസുകാരും ഉണ്ടായിരുന്നു. ഗൗരി വേഗം തന്നെ ഫോണെടുത്ത് കൺട്രോൾ റൂമിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തു. ശേഷം വക്കീലിനോട് കാര്യം പറഞ്ഞ് അവൾ വണ്ടിയുമെടുത്ത് കോടതിക്ക് വെളിയിലേക്ക് കടന്നു. നന്ദൻ കോടതിയുടെ പുറകിലൂടെ മതിൽ ചാടി മെയിൻ റോഡിൽ ഇറങ്ങിയ ശേഷം ചുറ്റുമൊന്ന് നോക്കി. റോഡിന് എതിർവശത്തുള്ള ഒരു തുണിക്കടയിലെ ക്യാമറ നന്ദന്റെ ശ്രദ്ധയിൽപ്പെട്ടതും അവൻ ആ കടയിലേക്ക് ഓടിച്ചെന്നു. പോലീസ് യൂണിഫോമിൽ ഒരാൾ കടയിലേക്ക് ഓടിവരുന്നത് കണ്ട് കടയിലുള്ളവർ ചെറുതായി ഒന്നും ഭയന്നെങ്കിലും തന്റെ ആവശ്യം പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അല്പം മുമ്പ് റെക്കോർഡായ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു. അതിൽ ഋഷഭ് മതിൽ ചാടി ഇറങ്ങുന്നതും അടുത്ത ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോ പിടിച്ചു പോകുന്നതും CCTV ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. ആ വീഡിയോ കുറച്ച് ബാക്കിലേക്കെടുത്തേ, നന്ദൻ പറഞ്ഞതും അവർ വീഡിയോ കുറച്ച് പുറകിലേക്കെടുത്തു. പോസ്. അവർ വീഡിയോ പോസ്റ്റ് ചെയ്ത് നന്ദനെ കാണിച്ചു. ഓക്കെ, താങ്ക് യു. ഇത്രയും പറഞ്ഞ് നന്ദൻ പെട്ടെന്ന് തന്നെ തുണിക്കടയിൽ നിന്നും ഓട്ടോ സ്റ്റാൻഡിലേക്ക് ചെന്നു. അവിടെയുണ്ടായിരുന്ന ഒരു ഓട്ടോക്കാരനോട് തന്റെ ഫോണിൽ ഋഷഭ് കയറിപ്പോയ ഓട്ടോയുടെ ഫോട്ടോ കാണിച്ച് അയാളിൽ നിന്നും ആ ഓട്ടോ ഡ്രൈവറുടെ നമ്പർ മേടിച്ച് അതിലേക്ക് വിളിച്ചു. ഹലോ, ഐ എം നന്ദകിഷോർ IPS. താൻ പാനിക്കാകുകയൊന്നും വേണ്ട, ഒരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചത്. നന്ദൻ ആ ഓട്ടോക്കാരനോട് പറഞ്ഞതും, പറയൂ സർ. ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്നും ഓട്ടം വിളിച്ച ബ്ലൂ ഷർട്ട് ഇട്ടയാൾ വണ്ടിയിലുണ്ടോ? ഇല്ല സർ. അവൻ എവിടെയാ ഇറങ്ങി? അത് എന്നോട് KSRT സ്റ്റാൻഡ് എന്നാ പറഞ്ഞേ. പക്ഷേ ചന്തക്കവലായപ്പോഴേക്കും പൈസ പോലും തരാതെ അവനിറങ്ങി ഓടി സർ. ഞാൻ പുറകെ പോകാൻ നോക്കിയെങ്കിലും അവനെ കണ്ടില്ല. ആ, ഓക്കെ. ഇത്രയും പറഞ്ഞ് നന്ദൻ ഫോൺ കട്ട് ചെയ്ത് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. KSRT സ്റ്റാൻഡിലും ദീർഘദൂര ബസ്സുകളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ബസ്സുകൾ മുഴുവൻ ചെക്ക് ചെയ്യാൻ ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോഴേക്കും നന്ദന്റെ സ്കോർപിയോവുമായി ഒരു പോലീസുകാരൻ അവിടേക്ക് വന്നിരുന്നു. നന്ദൻ അയാളോട് മാറിയിരിക്കാൻ പറഞ്ഞ ശേഷം നന്ദൻ സ്കോർപിയോവുമായി KSRT സ്റ്റാൻഡിലേക്ക് പോയി. കൂടെ അടുത്തൊരു പോലീസ് ജീപ്പിൽ വേറെ കുറച്ച് പോലീസുകാരും. അവിടെ ചെന്നപ്പോഴേക്കും ഗൗരിയും പോലീസുകാരിൽ കുറെ പേരും സ്റ്റാൻഡിലും ഓരോ ബസ്സുകളിലുമായി ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകണ്ട് നന്ദൻ വേഗം തന്നെ എൻക്വയറിയിലേക്ക് ചെന്നു. അപ്പോഴേക്കും ഗൗരി അവിടെ നിന്നും പോയ ബസ്സുകളുടെ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കി അവിടെ നിന്നും ഇറങ്ങി. നന്ദൻ, ഇവിടെ നിന്നും തിരുവനന്തപുരത്തിന് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് പോയിട്ടുണ്ട്, അവൻ അതിൽ കാണാൻ ചാൻസ് ഉണ്ട്. ഗൗരി പറഞ്ഞതും നന്ദൻ പെട്ടെന്ന് ഫോണെടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. ഹലോ അജിത്, നന്ദൻ ഹിയർ. താൻ എവിടെയാ? ഒരു ഹെൽപ്പ് വേണം. കോട്ടയത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് അല്പസമയത്തിനുള്ളിൽ ചിങ്ങവനത്തെത്തും. ആ ബസ്സിലൊരു കുറ്റവാളി ഉണ്ടോയെന്ന് ഒരു സംശയമുണ്ട്.
ആ ബസ് ഒന്ന് ചെക്ക് ചെയ്യണം. സസ്പെക്റ്റിന്റെ ഫോട്ടോ ഞാനിപ്പോൾ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അവനുണ്ടെ കസ്റ്റഡിയിലെടുക്കണം. ഞങ്ങൾ ഉടൻ തന്നെ എത്താം. ഇത്രയും പറഞ്ഞ് നന്ദൻ കാറിൽ കയറിയതും ഗൗരിയും വന്ന് കാറിൽ കയറി. ഗൗരിയെ കണ്ട് ഒരു നിമിഷം അവളെ നോക്കി നിന്നെങ്കിലും അവൻ സ്കോർപിയോ മുന്നോട്ടെടുത്തു. കൂട്ടത്തിൽ മറ്റൊരു പോലീസ് വാഹനം കൂടെയുണ്ടായിരുന്നു. മാക്സിമം സ്പീഡിൽ തന്നെയായിരുന്നു നന്ദൻ സ്കോർപിയോ ഓടിച്ചത്. അവർ ചിങ്ങവനത്തെത്തിയതും കോട്ടയത്ത് നിന്നും പോയ ബസ് റോഡരികിൽ നിർത്തിച്ച് പോലീസ് ചെക്ക് ചെയ്യുന്നത് കണ്ട് നന്ദൻ സ്കോർപിയോ ബസ്സിന് പുറകിലായി ഒതുക്കി നിർത്തി. നന്ദനും ഗൗരിയും പെട്ടെന്ന് തന്നെ ബസ്സിനടുത്തേക്ക് ചെന്നു. സോറി സർ, സാറ് പറഞ്ഞ പോലെ ആരും ബസ്സിലില്ല. നന്ദൻ ബസ്സിലേക്ക് കയറാൻ തുടങ്ങിയതും ചിങ്ങവനം എസ്.ഐ അജിത് നന്ദനോട് പറഞ്ഞു. ശേ. നന്ദൻ നിരാശയോടെ ബസ്സിന്റെ അടുത്ത് നിന്നും കാറിന്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. അപ്പോഴേക്കും ബസ് അവിടെ നിന്നും പറഞ്ഞു വിട്ടിരുന്നു. നന്ദനും ഗൗരിയും മറ്റു പോലീസുകാരും നിരാശയോടെ റോഡരികിൽ നിൽക്കുമ്പോൾ ആ സമയം അതുവഴി കടന്നു പോയിരുന്ന നാഷണൽ പെർമിറ്റ് ലോറിക്കുള്ളിലിരുന്ന ഋഷഭിന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ നന്ദനും ഗൗരിയും മനീഷും സുധീഷും കൂടെ തിരുവനന്തപുരത്തേക്ക് വീണ്ടും യാത്ര തിരിച്ചു. തമ്പാനൂരിനടുത്ത് ഒരു മാളിലെ ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേൾ ആയിരുന്നു കാളിന്തി. അപ്പോൾ ആ മാളിലുള്ള ഏതെങ്കിലും ഒരു ജ്വല്ലറിയിലെ മാനേജറും ആ ജ്വല്ലറി ഉടമയുടെ ഭാര്യയുമാണ് ഋഷഭിന്റെ അടുത്ത ഇര. അതാരാണെന്ന് ആദ്യം കണ്ടെത്തണം. അതിനാദ്യം തമ്പാനൂരിൽ എത്ര ഷോപ്പിംഗ് മാൾ ഉണ്ടെന്നും അതിലെത്ര ജ്വല്ലറികൾ ഉണ്ടെന്നും കണ്ടെത്തണം. പിന്നെ അതിന്റെ ഉടമകളെയും. ഇപ്പോൾ തന്നെ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ നന്ദൻ കൂടെയുള്ളവരോട് പറഞ്ഞതും അവർ വേഗം തന്നെ തമ്പാനൂർ സ്റ്റേഷനിലേക്ക് വിവരം പാസ് ചെയ്തു. സമയം പാതിരാത്രി 1 മണി. തിരുവനന്തപുരം പാളയം റോഡിലൂടെ ബ്ലാക്ക് ഡ്രസ്സും ബ്ലാക്ക് മാസ്കും കയ്യിലൊരു ബാഗുമായി ഒരാൾ നടന്നു നീങ്ങി. റോഡരികിൽ തന്നെയുള്ള ഒരു വീടിന്റെ മുന്നിലേക്ക് ചെന്ന് കോളിംഗ് ബെൽ അമർത്തി കുറച്ചു സമയം കഴിഞ്ഞ് ഒരാൾ വന്ന് വാതിൽ തുറന്നതും അയാൾ തന്റെ കയ്യിലിരുന്ന ഇരുമ്പ് കമ്പി കൊണ്ട് അയാളുടെ തലയ്ക്കടിച്ചു. രാവിലെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് നന്ദൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. ഹലോ, വാട്ട്, ആർ യു ഷുവർ? നന്ദൻ അമ്പരപ്പോടെ ചോദിച്ചു. ഓക്കെ, ഞങ്ങൾ ട്രിവാൻഡ്രത്തുണ്ട്, ഉടനെ എത്താം. ലൊക്കേഷൻ ഒന്ന് വാട്സപ്പ് ചെയ്തേര്. നന്ദൻ ഇത്രയും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്ത് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് മറ്റുള്ളവരോട് കാര്യം പറഞ്ഞു. ശേഷം എല്ലാവരെയും കൂട്ടി തന്റെ സ്കോർപിയോയിൽ കയറി. എല്ലാവരും കയറിയതും അവരെയും കൊണ്ട് ആ സ്കോർപിയോ യാത്ര തിരിച്ചു. പാളയത്തുള്ള വീട്ടിലേക്ക് അവർ എത്തിയപ്പോഴേക്കും അവിടെ നാട്ടുകാരെയും മീഡിയാസിനെയും കൊണ്ട് വീട് നിറഞ്ഞിരുന്നു. സർ, ഇത്രയും നാളും പോലീസുകാർ മാത്രമായിരുന്നു കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ ആ കൊലയാളി സാധാരണക്കാരെയും കൊല്ലാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിലെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ജനങ്ങളുടെ ജീവന് ഒരു വിലയും ഇല്ലെന്നാണോ സർ? നന്ദനും ടീമും ആ വീട്ടിലേക്ക് കയറാൻ ചെന്നതും അവർക്ക് മുന്നിലേക്ക് മാധ്യമപ്രവർത്തകർ വന്നുകൊണ്ട് ചോദിച്ചു. പക്ഷേ ആരോടുമൊന്നും പറയാതെ അവർ വീടിനുള്ളിലേക്ക് കയറി. മറ്റുള്ള 4 പേരെയും കൊന്ന പോലെ തന്നെ ബാത്റൂമിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു ആ മൃതദേഹം ഉണ്ടായിരുന്നത്. ബാത്റൂമിന്റെ ഭിത്തിയിലായി ക്രൈം എസ് എന്നെഴുതി അതിൽ ഇ എന്ന ലെറ്റർ മാത്രം അല്പം കട്ടികൂടി എഴുതിയിരിക്കുന്നു. ഇയാളെക്കുറിച്ച് നന്ദൻ അവിടെയുണ്ടായിരുന്ന എസ്.ഐയോട് ചോദിച്ചതും സർ, ഇയാളുടെ പേര് ഇമ്മാനുവൽ, തമ്പാനൂരിലുള്ള ശരണ്യ ജ്വല്ലറിയുടെ മാനേജറാണ്. എസ്.ഐ പറഞ്ഞതും ശരണ്യ ജ്വല്ലറി? അതെ സർ. ഈ ശരണ്യ ജ്വല്ലറിയുടെ ഓണർ ആരാ? എത്രയും പെട്ടെന്ന് അവരുടെ ഡീറ്റെയിൽസ് വേണം. നന്ദൻ ഇത്രയും പറഞ്ഞ് എസ്.ഐയുടെ അടുത്ത് നിന്നും ഇറങ്ങി. ഗൗരിയോടും മറ്റുള്ളവരോടുമായി കാര്യങ്ങൾ പറഞ്ഞ് അവർ സ്കോർപിയോയിലേക്ക് കയറി. സർ, ഫോൺ. കാറിലേക്ക് കയറിയതും അനീഷിതും പറഞ്ഞ് അവന്റെ ഫോൺ നന്ദന് കൊടുത്തു. ഹലോ നന്ദൻ. വാട്ട്, എപ്പോ? ഷിറ്റ്. ഇത്രയും പറഞ്ഞ് നന്ദൻ ഫോൺ കട്ട് ചെയ്ത് സ്കോർപിയോ സ്റ്റാർട്ട് ചെയ്തതും എസ്.ഐ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. സർ, ശരണ്യ ജ്വല്ലറിയുടെ ഓണറുടെ അതൊന്നും ഇനി അറിഞ്ഞിട്ട് കാര്യമില്ല ഇൻസ്പെക്ടർ. എസ്.ഐ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നന്ദൻ ഇതും പറഞ്ഞ് സ്കോർപിയോ മുന്നോട്ടെടുത്തു. എന്തുപറ്റി നന്ദൻ? എന്താ അവരുടെ ഡീറ്റെയിൽസ് വേണ്ടാന്ന് പറഞ്ഞത്? നന്ദൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഗൗരി അവനോട് ചോദിച്ചു. ഋഷഭ് ഓൾറെഡി അവന്റെ അടുത്ത ഇരയെയും. വാട്ട്? നന്ദൻ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. യെസ്, തമ്പാനൂർ തടത്തിൽ ജ്വല്ലറി ഓണറുടെ ഒരേ ഒരു മകൾ സ്റ്റെല്ലയെ അല്പം മുമ്പ്. കുറച്ചു സമയം പുറകിലേക്ക്. തിരുവനന്തപുരം പൊങ്ങുമൂടിനടുത്തുള്ള ഒരു ഇരുനില വീട്. വീടിന് മുന്നിലായി ബെൻസ്, ഓടി അങ്ങനെ വില കൂടിയ 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. വീടിന്റെ മുൻവാതിൽ തുറന്ന് ആകാശ നീല കളറിൽ സ്റ്റോൺ വർക്ക് ചെയ്ത ഒരു ഒഴുക്കൻ സാരിയും ഉടുത്ത് അതിസുന്ദരിയായ ഒരു യുവതി ഇറങ്ങി വന്നു.
മുഖത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കഴുത്തിലൊരു ഡയമണ്ട് നെക്ലസും കാതിൽ ഡയമണ്ടിന്റെ ഓരോ കമ്മലുമിട്ട് കയ്യിൽ ഐഫോണും പിടിച്ച് അവൾ ഇറങ്ങി വന്നു. കൂടെ ഒരു ചെറുപ്പക്കാരനുമുണ്ട്. സി അർജുൻ, ഞാൻ ഉച്ചവരെ അവിടെ നിൽക്കൂ, അത് കഴിയുമ്പോൾ അങ്ങ് വന്നേക്കണം, അവൾ തന്റെ ഭർത്താവിനോട് പറഞ്ഞു. ഓക്കെ ബേബി, ലവ് യു. ഭർത്താവ് അവളെ ചേർത്ത് നിർത്തി പിടിച്ചൊരു ഉമ്മയും കൊടുത്തു. അപ്പോഴേക്കും ഒരു വൈറ്റ് ബെൻസ് അവരുടെ അടുത്തേക്ക് വന്നു. അത് കണ്ടവൾ കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. വേറെ അരുൺ? കാറിൽ സ്ഥിരം ഡ്രൈവർ അല്ലാന്ന് കണ്ടതും അവൾ ചോദിച്ചു. അരുണിന് ചെറിയൊരു പനി, അതുകൊണ്ട് എന്നെ വിട്ടതാ. സാറിനോട് പറഞ്ഞിരുന്നു. ഓക്കെ. അവൾ ഇതും പറഞ്ഞ് പുറത്തെ കാഴ്ചകളെ നോക്കിയിരുന്നു. അപ്പോഴേക്കും ബെൻസ് ആ വീടിന്റെ ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് കയറി. കാർ കുറച്ചു ദൂരം പിന്നിട്ടതും, മാഡം? യെസ്. ഈ ഫോട്ടോയിൽ കാണുന്നയാളെ അറിയാവോ? ഇതും പറഞ്ഞ് അവനൊരു ഫോട്ടോ അവളെ കാണിച്ചു. ഐ ഡോണ്ട് നോ. എന്റെ ചേച്ചിയാണ്, കാളിന്തി. ഋഷഭ് കാർ ഓടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. തന്റെ ചേച്ചിയൊക്കെ ഞാനെങ്ങനെ അറിയാനാ? അവൾ അല്പം ദേഷ്യത്തോടെ അവനോട് ചോദിച്ചെങ്കിലും അവൻ ഒരു ചിരിയോടെ മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു. ഒരു ഇമ്മാനുവലിനെ അറിയൂ? മാഡത്തിന്റെ ജ്വല്ലറിയിലെ പഴയ മാനേജർ. പിന്നെ ഒരു CI മധുറാം. ഒരു 3 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചാൽ ചിലപ്പോൾ എന്റെ ചേച്ചിയുടെ മുഖവും ആ കൂട്ടത്തിൽ ഓർമ്മ വരും. ഋഷഭ് അവളോട് പറഞ്ഞതും സ്റ്റെല്ലയുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. അയ്യോ മാഡം, AC വർക്കിംഗ് അല്ലേ? മാഡം വിയർക്കുന്നുണ്ടല്ലോ, ഋഷഭ് അവളോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് നെറ്റിയിലെ വിയർപ്പെല്ലാം തുടച്ചു കളഞ്ഞു. ഹു ആർ യു? നിനക്കെന്താ വേണ്ടത്? നിന്റെ ജീവൻ, ഋഷഭ് പറഞ്ഞതും അവൾ പേടിയോടെ അവനെ നോക്കി. പെട്ടെന്ന് അവൾ കാറിന്റെ ഡോർ തുറക്കാൻ നോക്കിയതും, ഈ മേഡം എന്തായി കാണിക്കുന്നേ? ലോക്കായ കാറിന്റെ ഡോർ എങ്ങനെ തുറക്കും? അതും ഇത്രയും വില കൂടിയ കാറിന്റെ ഡോർ. ഇതും പറഞ്ഞ് ഋഷഭ് തന്റെ പോക്കറ്റിൽ നിന്നും കത്തിയെടുത്ത് സ്റ്റെല്ലയെ കാണിച്ചതും അവൾ പേടിയോടെ അടങ്ങിയിരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തു വേണമെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് തരാം. പ്ലീസ്, എന്നെ വെറുതെ വിടണം. എന്തും തരുവോ? ആ, തരും. ഉറപ്പാണേ? യെസ്, ഗോഡ് പ്രോമിസ്. എങ്കിൽ എനിക്കാദ്യം എന്റെ ചേച്ചി കാളിന്തിയെ വേണം. അത് കഴിഞ്ഞ് എന്റെ അച്ഛനെയും അമ്മയെയും, ഇവരെ 3 പേരെയും എനിക്ക് തിരിച്ചു തന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. അവൻ സ്റ്റെല്ലയെ നോക്കി പറഞ്ഞു. അവർ എവിടെയാ? എവിടെയാണേലും നിനക്ക് മുന്നിൽ അവരെ ഞാനെത്തിക്കാം. കുറച്ച് സാവകാശം മാത്രം കിട്ടിയാൽ മതി, സ്റ്റെല്ല ആശ്വാസത്തോടെ പറഞ്ഞു. അവർ 3 പേരും ഇപ്പോൾ അവിടെ ദൈവത്തിന്റെ അടുത്തുണ്ട്. ഋഷഭ് മുകളിൽ ആകാശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സ്റ്റെല്ലയോട് പറഞ്ഞു. ഇനി പറ, നിനക്ക് എത്ര ദിവസം സാവകാശം വേണം അവരെ എന്റെ മുന്നിലെത്തിക്കാൻ? ഋഷഭ് അവളോട് ചോദിച്ചതും അവൾക്ക് ഉമിനീര് പറ്റുന്ന പോലെ തോന്നി. പറ, എത്ര ദിവസം നിനക്ക് വേണം? ഇത്തവണ അവന്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു. അത് മരിച്ചുപോയവരെ ഞാനെങ്ങനെ? അപ്പോ പറ്റില്ല അല്ലേ? അപ്പോ പിന്നെയുള്ളത് എന്റെ പ്രതികാരം, അതിന് നീ സഹകരിക്കണം പ്ലീസ്, അവൾ അപേക്ഷ രൂപേണ പറഞ്ഞതും. അതെങ്ങനെ ശരിയാകും? നിനക്ക് മുന്നേ ബാക്കിയുള്ളവരെയെല്ലാം ഞാൻ പറഞ്ഞയച്ചു. നിന്നെയും കൂടെ അവരുടെ ഒപ്പം അയച്ചില്ലേൽ അവരെന്ത് കരുതും? പ്ലീസ്. ഋഷഭ് വഴിയിലോട്ട് തന്നെ നോക്കി ഇത്രയും പറഞ്ഞു. അവന്റെ കയ്യിലിരുന്ന കത്തി അവളുടെ വയറ്റിലേക്ക് ആഞ്ഞുകുത്തി. നീ ഭാഗ്യമുള്ളവളാ, മറ്റുള്ളവരെ പോലെ അധികം വേദന നിനക്ക് തിന്നണ്ട. ഇതും പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവളുടെ വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കി. അവളുടെ ജീവൻ പോകാറായെന്ന് അവന് മനസ്സിലായി. അവൻ കാറ് റോഡിന്റെ ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി. ശേഷം ഒരു സർജിക്കൽ ബ്ലേഡ് എടുത്ത് അവളുടെ ഹൃദയഭാഗത്തേക്ക് കുത്തിയിറക്കി. ആദ്യം അത്രയും ഭാഗത്തെ ഡ്രസ്സും പിന്നെ അവളുടെ ശരീരം തുറന്ന് ഹൃദയം പുറത്തേക്കെടുത്തു. അത് അവൾക്ക് നേരെ കാണിച്ചെങ്കിലും അപ്പോഴേക്കും അവളുടെ ജീവൻ അവളെ വിട്ടകന്നിരുന്നു. കാറ് നിർത്തിയത് നോ പാർക്കിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടേക്ക് ട്രാഫിക് പോലീസുകാർ ഓടിയെത്തി. നന്ദനും ഗൗരിയും അവരുടെ ടീമും തമ്പാനൂരിലേക്ക് എത്തുമ്പോൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലം പോലീസ് സീൽ ചെയ്തു. അതുവഴിയുള്ള ഗതാഗതം തൽക്കാലത്തേക്ക് തടഞ്ഞിരുന്നു. കാറിന്റെ അടുത്തായി 2 ആംബുലൻസും വന്ന് കിടപ്പുണ്ടായിരുന്നു. അതുകണ്ട് നന്ദൻ സ്കോർപിയോ ഒതുക്കി നിർത്തി ആ കാറിന്റെ അടുത്തേക്ക് ചെന്നതും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവരെ തടഞ്ഞു. അതുകണ്ട് തന്റെ ഐഡന്റിറ്റി കാർഡ് നന്ദൻ കാണിച്ചതും ആ പോലീസുകാർ സല്യൂട്ട് ചെയ്ത് അവരെ സ്പോട്ടിലേക്ക് കടത്തിവിട്ടു. കാറിന്റെ അടുത്തേക്ക് ചെന്നതും അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ കാറിന്റെ ഡോർ തുറന്നു കാണിച്ചു. കാറിനുള്ളിൽ ചുവന്ന രക്തത്തിൽ കുളിച്ച് സ്റ്റെല്ലയുടെ ബോഡി കണ്ടതും
ആ കാഴ്ച കാണാൻ കഴിയാതെ ഗൗരി തന്റെ കണ്ണുകൾ അടച്ചു. കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ്സിലായി സ്റ്റെല്ലയുടെ ബ്ലഡ് കൊണ്ട് തന്നെ ക്രൈം എസ് എന്നെഴുതി അതിൽ എസിന് മാത്രം മറ്റുള്ള ലെറ്റേഴ്സിൽ നിന്നും അല്പം വ്യത്യാസം കൊടുത്തിരുന്നു. വേർ ഈസ് ദ ഡിഫൻഡന്റ്? നന്ദൻ അവരോട് ചോദിച്ചതും അവർ നന്ദനോട് കൂടെ വരാൻ പറഞ്ഞ് മുന്നോട്ട് നടന്നു. അതുകണ്ട് നന്ദനും ഗൗരിയും അവരുടെ കൂടെ നടന്നു. ആ പോലീസുകാരൻ ചെന്ന് ഒരു ആംബുലൻസിന്റെ ഡോർ തുറന്നതും നന്ദനും മറ്റുള്ളവരും ഒന്നും മനസ്സിലാകാതെ ആ പോലീസുകാരനെ നോക്കി. അതുകണ്ട് ആംബുലൻസിനുള്ളിൽ കിടക്കുന്നയാളുടെ മുഖത്തെ തുണി മാറ്റിയതും ഋഷഭ്. നന്ദൻ വിശ്വാസം വരാത്ത പോലെ ഒന്നുകൂടെ ബോഡിയിലേക്ക് തന്നെ നോക്കി. നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ട് ചെക്ക് ചെയ്യാൻ ട്രാഫിക് പോലീസ് ചെന്നതാ. അവർ ഡോറ് തട്ടിയപ്പോഴേക്കും ദേഹം മുഴുവൻ ചോരയുമായി ഇയാൾ കാറിൽ നിന്നും ഇറങ്ങി. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പേടിച്ചു. ഇങ്ങനെയൊരു രൂപം കണ്ട് ഒരുമാതിരി ഭ്രാന്തനെ പോലെയായിരുന്നു. അയാളെ പിടിക്കാൻ ചെന്നപ്പോഴേക്കും അയാൾ ഓടി ഡിവൈഡറിൽ തട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുമായിരുന്നു. ആ സമയം അതുവഴി വന്ന ഒരു ട്രക്ക് ദേഹത്തൂടെ കയറിയിറങ്ങി. അപ്പോൾ തന്നെ ആ പോലീസുകാരൻ അവരോട് പറഞ്ഞതും നന്ദൻ ഋഷഭിനെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ഒരു ബഹളം കേട്ടതും ആ പോലീസുകാരെല്ലാം ആംബുലൻസിന്റെ അടുത്തു നിന്നും ബഹളം കേട്ട ഭാഗത്തേക്ക് ഓടി. ഇതിനായിരുന്നോടോ നിന്നെ ഞാനിന്നലെ രക്ഷപ്പെടുത്തിയത്? നന്ദൻ ഋഷഭിനെ നോക്കി പറഞ്ഞതും ഗൗരിയും മനീഷും ഞെട്ടലോടെ നന്ദനെ നോക്കി. എന്നാൽ നന്ദൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഋഷഭിനെ തന്നെ നോക്കി നിന്നു. അവന്റെ മുഖം തുണികൊണ്ട് മൂടാനായി തുടങ്ങിയതും ഋഷഭിന്റെ പോക്കറ്റിൽ എന്തോ ഒരു പേപ്പർ പോലെ ഇരിക്കുന്നത് നന്ദന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കണ്ട് നന്ദൻ പേപ്പർ എടുത്തതും താങ്ക് യു സർ, എല്ലാത്തിനും. ആ പേപ്പറിലെ വാക്കുകൾ വായിച്ചവൻ ഋഷഭിനെ നോക്കി നിന്നു. പിന്നെ ആ പേപ്പർ അവൻ തന്റെ പോക്കറ്റിലേക്ക് മാറ്റിയ ശേഷം ഋഷഭിനെ ഒന്ന് നോക്കി. പിന്നെ ആംബുലൻസിന്റെ ഡോർ അടച്ചു. അപ്പോഴേക്കും ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കി സ്റ്റെല്ലയുടെ ബോഡിയും ആംബുലൻസിൽ കയറ്റിയിരുന്നു. സ്റ്റെല്ലയുടെ ബോഡി കണ്ട് സ്റ്റെല്ലയുടെ ഭർത്താവും വീട്ടുകാരും കരയുന്നുണ്ടായിരുന്നു. നന്ദൻ തന്റെ സ്കോർപിയോയുടെ അടുത്ത് ചെന്ന് അതിൽ കയറി. ബാക്കിയുള്ളവർ കൂടെ കയറിയതും നന്ദൻ സ്കോർപിയോ മുന്നോട്ടെടുത്തു. കാറു പിന്നെ ചെന്ന് നിന്നത് ശംഖുമുഖം ബീച്ചിന് മുന്നിലായിരുന്നു. കാർ ഒതുക്കി നിർത്തി നന്ദൻ കടലിലേക്ക് കുറച്ചിറങ്ങി നിന്നു. നന്ദനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടതും ആരും ഒന്നും ചോദിക്കാതെ ശംഖുമുഖത്തെ കൽമണ്ഡപത്തിലായി നന്ദനെയും നോക്കിയിരുന്നു. നന്ദൻ സാറാണോ ഇന്നലെ ഋഷഭിനെ രക്ഷപ്പെടാൻ സഹായിച്ചത്? അനീഷ് ഗൗരിയോട് ചോദിച്ചതും അവൾക്ക് പറയാൻ മറുപടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അല്പസമയം കഴിഞ്ഞതും നന്ദൻ അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നിരുന്നു. എന്തിനായിരുന്നു നന്ദൻ ഇങ്ങനെയൊരു ഡ്രാമ ഞങ്ങളുടെ മുന്നിൽ നടത്തിയത്? നന്ദൻ വന്നിരുന്നതും ഗൗരി അവനോട് ചോദിച്ചു. ഋഷഭിന്റെ ഭാഗത്തു നിന്നും ചിന്തിച്ചപ്പോൾ അവന്റെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് തോന്നി. കുറ്റം ചെയ്തവരെ പിടിക്കുക മാത്രമാണ് നമ്മുടെ ജോലി, അല്ലാതെ അവിടെ ന്യായം നോക്കി അവരെ സഹായിക്കുകയല്ല. നന്ദൻ പറഞ്ഞത് കേട്ട് ഗൗരി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ശരിയാണ്, കുറ്റവാളികളെ തെളിവുകളോടെ കണ്ടെത്തുക, അത് മാത്രമാണ് നമ്മുടെ ജോലി. അവിടെ ന്യായം അന്യായം നോക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. പക്ഷേ ഇവിടെ ഞാൻ അങ്ങനെ നോക്കി. എന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു കൊലപാതകിയുടെ കൂടെ ഞാൻ നിന്നു. അവന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഞാൻ അവനെ രക്ഷപ്പെടാൻ സഹായിച്ചു. അവനിനി എത്ര പേരെ കൊന്നാലും അവന് കിട്ടാൻ പോകുന്ന ശിക്ഷയിൽ വലിയ മാറ്റമൊന്നും വരില്ല. എന്നാ പിന്നെ അവന്റെ ജീവിതം തകർത്ത ആ രണ്ടുപേരെ കൂടെ കൊല്ലാൻ തന്നെയാണ് അവനെ രക്ഷപ്പെടുത്തിയത്. പിന്നെ ഇന്നലെ ആ ഡ്രാമ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഇന്നലെ അവൻ ബസ്സിലല്ല, ഞാൻ ഏർപ്പാടാക്കിയ ലോറിയിലാണ് ഇങ്ങോട്ട് പോകുന്നത്. എല്ലാം എന്റെ അറിവോടെ കൂടി തന്നെയായിരുന്നു, നന്ദൻ പറഞ്ഞു. നമ്മുടെ എത്തിക്സിന് ചേർന്ന പണിയാണോ നന്ദൻ കാണിച്ചത്? ഒരിക്കലും അല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. വെറും ഒരു വാശിയുടെ പുറത്ത് ഇല്ലാതായത് 3 ജീവന. കയ്യിൽ കാശും അധികാരവും ഉണ്ടെന്ന ബലത്തിൽ അവർ അവരുടെ വാശി തീർത്തപ്പോൾ ഒരുത്തിന് നഷ്ടമായത് അവന്റെ അച്ഛനെയും അമ്മയെയും പെങ്ങളെയുമാണ്. 2 വർഷത്തോളമാണ് അവനെ ആ ഭ്രാന്താശുപത്രിയിലിട്ടത്. ഇതൊക്കെ സ്വന്തം കുടുംബത്തിൽ വന്നാൽ നിങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കൂ? ഇല്ലല്ലോ. അത്രേ ഇവിടെയും സംഭവിച്ചുള്ളൂ. ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കേണ്ടവർ തന്നെ അവർ മരിക്കാൻ കാരണക്കാരായപ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ അവനു വേണ്ടി നീതി സ്വയം നടപ്പാക്കി. ഇതിൽ അവനെയല്ല, നമ്മുടെ നിയമത്തെയാണ് പ്രതിയാക്കേണ്ടത്. ഇവിടെ എനിക്ക് പറ്റിയൊരു തെറ്റ് അവനെ ഞാൻ ഒറ്റയ്ക്ക് വിട്ടു എന്നുള്ളത് മാത്രമാണ്. അവൻ ഇങ്ങനെയൊരു കടുംകൈ കാണിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യാം, കസ്റ്റഡിയിലിരുന്ന പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചതിന്.
അത് കാരണം 3 ജീവൻ ഇല്ലാതായതിന്. നന്ദൻ ഗൗരിയുടെ മുന്നിൽ ചെന്ന് നിന്ന് 2 കൈയും അവൾക്കു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഗൗരിയുടെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നുമില്ലാത്തതുകൊണ്ട് നന്ദൻ വന്ന് ഗൗരിയുടെ അടുത്തായിരുന്നു. അന്ന് മുഴുവൻ അവർ 4 പേരും ശംഖുമുഖം ബീച്ചിൽ തന്നെ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഋഷഭിന്റെ പൊടി ദഹിപ്പിച്ച ശേഷമാണ് അവർ തിരിച്ച് കോട്ടയത്തേക്ക് മടങ്ങിയത്. ഋഷഭ് കൊല്ലപ്പെട്ട കാര്യം അന്ന് തന്നെ കോട്ടയത്തെ കമ്മീഷണറെ അവർ വിളിച്ചറിയിച്ചിരുന്നു. രാത്രിയിലാണ് നന്ദനും ടീമും കോട്ടയത്ത് തിരിച്ചെത്തിയത്. അനീഷിനെയും സുധീഷിനെയും ഓഫീസിന് മുന്നിലിറക്കി നന്ദനും ഗൗരിയും വീടുകളിലേക്ക് തിരിച്ചു. ആ യാത്രയിൽ ഗൗരിക്ക് നന്ദനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നും പറയണമെന്നുമുണ്ടെങ്കിലും അവൾ ഒന്നും തന്നെ ചോദിക്കാൻ നിന്നില്ല. ഗൗരിയുടെ വീടിന് മുന്നിലേക്ക് എത്തിയപ്പോൾ തന്നെ നന്ദന്റെ വീടിന് മുന്നിലായി ഒരു ടാക്സി കാർ കിടക്കുന്നത് 2 പേരും കണ്ടിരുന്നു. ഗൗരി സംശയത്തോടെ നന്ദനെ നോക്കിയതും അവന്റെ മുഖത്തൊരു പരിങ്ങൽ കണ്ടു. അതോടൊപ്പം കാറിൽ നിന്നിറങ്ങിയവരെ കൂടി കണ്ടതും അതുവരെ സന്തോഷത്തോടെയായിരുന്ന ഗൗരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ നന്ദനോട് പറയാതെ ദേഷ്യത്തോടെ സ്കോർപിയോയുടെ വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി. ഡോർ വലിച്ചടച്ച ശബ്ദം കേട്ടപ്പോഴാണ് ഗൗരി കാറിൽ നിന്നും ഇറങ്ങിയ വിവരം അവൻ അറിഞ്ഞത് തന്നെ. അതുകണ്ട് ഗൗരി അല്പനേരം നോക്കി നിന്ന ശേഷം നന്ദൻ വീട്ടിലേക്ക് കാർ ഓടിച്ചു കയറ്റി. ഗൗരി തന്റെ വീടിന്റെ ജനലിൽ കൂടെ നന്ദന്റെ വീട്ടിലേക്ക് നോക്കിയതും നന്ദൻ കാർ ഒതുക്കി ഇറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി കുഞ്ഞുമായി നന്ദന്റെ അടുത്തേക്ക് ചെല്ലുന്നതും അവർ നന്ദനെ അടിക്കാൻ ചെല്ലുന്നതും നന്ദൻ അതിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞുമാറി കുഞ്ഞിനെ എടുക്കുന്നതും അവളുടെ കവളിൽ ഉമ്മ വയ്ക്കുന്നതുമെല്ലാം കണ്ട് ഗൗരിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. കൂടെ ആ പെൺകുട്ടിയോട് അവൻ സ്നേഹത്തോടെ സംസാരിക്കുന്നത് കൂടെ കണ്ടപ്പോൾ അവൾ ദേഷ്യത്തോടെ ജനലിന്റെ കർട്ടൻ വലിച്ചിട്ടു. രാത്രിയിൽ എന്തോ ആവശ്യത്തിന് പുറത്തേക്കിറങ്ങിയ ഗൗരി നന്ദന്റെ വീട്ടിലേക്കൊന്ന് നോക്കിയതും ആ യുവതിയും നന്ദനും കൂടെ തോളിൽ കൈയിട്ട് അകത്തേക്ക് കയറി പോകുന്ന പോകിൽ അവളുടെ കവളിൽ ഉമ്മ വയ്ക്കുന്നതും അവൾ ഒഴിഞ്ഞുമാറിയപ്പോൾ അവളെ പിടിക്കാനൊരുങ്ങുന്നതും കൂടെ കണ്ട് അവളിൽ ദേഷ്യം നുരഞ്ഞു പൊങ്ങി. അവൾ ആ ദേഷ്യം മുഴുവൻ വീടിന്റെ വാതിലിൽ വലിച്ചടച്ചു തീർത്തു. അന്ന് രാത്രി മുഴുവൻ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരുന്നു. രാത്രിയിൽ എപ്പോഴോ മോളെയും ചേർത്ത് പിടിച്ച് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാത്രിയിൽ ഉറങ്ങാൻ താമസിച്ചതുകൊണ്ട് തന്നെ രാവിലെ ഒത്തിരി താമസിച്ചാണ് ഗൗരി ഉണർന്നത്. അവൾ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നതും ഹാളിലിരുന്ന് അമ്മ ആരോടോ സംസാരിക്കുന്നത് കേട്ട് അവൾ പുറത്തേക്ക് നോക്കി. ഗൗരിക്ക് ഓപ്പോസിറ്റായി തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അത് ആരാണെന്ന് ഗൗരിക്ക് മനസ്സിലായില്ല. ആ, മോൾ ഉണർന്നു. യാത്രയുടെ ക്ഷീണം കാണുമെന്നോർത്താ രാവിലെ ഞാൻ വിളിക്കാഞ്ഞേ, അമ്മ ഗൗരിയെ കണ്ട് പറഞ്ഞതും അപ്പോഴാണ് അവിടെ നിന്ന പെൺകുട്ടി തിരിഞ്ഞ് ഗൗരിയെ നോക്കിയത്. ആ പെൺകുട്ടിയെ കണ്ടതും ഗൗരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. അവൾ ഗൗരിയെ നോക്കിയൊന്ന് ചിരിച്ചെങ്കിലും അവൾ വലിയ താല്പര്യമില്ലാത്ത പോലെ നിന്നു. ആ മോളെ, ഇത് അമ്മ എനിക്കൊരു ചായ തരൂ. ഗൗരിയുടെ അമ്മ അവളോട് എന്തോ പറയാൻ തുടങ്ങിയതും ഗൗരി പെട്ടെന്ന് അമ്മയോട് ചോദിച്ചു. ആ മോളെ, ഇപ്പൊ തരാം, നിങ്ങൾ സംസാരിച്ചിരിക്കെ. ഇതും പറഞ്ഞ് അമ്മ ഇരുന്നിടത്ത് നിന്നും എണീറ്റു. അമ്മ എന്തേ? അവൾ ലച്ചുവിന്റെ കൂടെ പോയിരിക്കുക, ഇപ്പോൾ വരുമായിരിക്കും. ഇത്രയും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. ഗൗരി തിരിച്ച് മുറിയിലേക്ക് നടന്നു. ചേച്ചി, ആ പെൺകുട്ടി വിളിച്ചതും ഗൗരി പെട്ടെന്ന് നിന്നു. എനിക്ക് ചേച്ചിയോടൊരു കാര്യം പറയാനുണ്ട്. എന്റെ ഭർത്താവിനെ വിട്ട് തരണമെന്നായിരിക്കും. ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് ഗൗരി പുച്ഛത്തോടെ പതിയെ പറഞ്ഞു. എന്താ? അവൾ തിരിഞ്ഞു നിന്നോട് അല്പം ഗൗരവത്തോടെ ചോദിച്ചു. അല്ല ചേച്ചി, ശരിക്കും ചേച്ചിയും നന്ദേട്ടനും തമ്മിൽ എന്താ പ്രശ്നം? ഇങ്ങനെ പിരിഞ്ഞു കഴിയാൻ മാത്രം? അവൾ ചോദിച്ചതും അതിനുള്ള കാരണം നിനക്കറിയില്ലേ? ഗൗരി ദേഷ്യത്തോടെ ആ പെൺകുട്ടിയോട് ചോദിച്ചു. എനിക്കോ? എനിക്കെങ്ങനെ? അവൾ ഒന്നും മനസ്സിലാകാതെ സംശയത്തോടെ ചോദിച്ചു. ഓ, ഒന്നും അറിയാത്ത ഒരു കൊച്ചു കുഞ്ഞ്. നീ ഒറ്റൊരുത്തി കാരണമാണ് ഞാനും നന്ദനും തമ്മിൽ പിരിഞ്ഞത്. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ എത്ര സന്തോഷത്തോടെ കഴിയേണ്ടവരാ ഞങ്ങൾ. നീ ഒറ്റൊരുത്തി കാരണം എന്റെ കുഞ്ഞ് അവളുടെ അച്ഛന്റെ സ്നേഹം പോലും കിട്ടാതെയാ വളരുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് കേട്ടില്ലേ? നീ ആരാ നന്ദന്റെ മേൽ ഇത്രയും അധികാരം കാണിക്കാൻ? ആരാന്ന്? ഗൗരി അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചതും അവൾ ഞെട്ടി നിൽക്കുമായിരുന്നു. അപ്പോ നന്ദേട്ടനൊന്നും പറഞ്ഞിട്ടില്ലേ? അവൾ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. എന്താ നന്ദൻ പറയണ്ടേ? അവന്റെ 2ാം ഭാര്യയാണ് നീയെന്നോ? അതോ? ഗൗരി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ കൈ ഗൗരിയുടെ കവളിൽ പതിഞ്ഞിരുന്നു. കവളിൽ കിട്ടിയ അടിയുടെ ശക്തിയിൽ ഗൗരി ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി. അപ്പോഴേക്കും പുറത്തെ ബഹളം കേട്ട് ഗൗരിയുടെ അമ്മയും പുറത്തേക്ക് വന്നിരുന്നു. ചേച്ചി ഒരു IPS കാരിയല്ലേ, എന്നിട്ട് ഇത്രയും ചീപ്പായി എങ്ങനെ സംസാരിക്കുന്നു?
നിങ്ങളുടെ നാവിൽ നിന്നും ഇത്രയും കേട്ടതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. നന്ദേട്ടനൊന്നും പറഞ്ഞിട്ടില്ലാന്ന്. എന്നാ കേട്ടോ, നന്ദേട്ടനും ഞാനുമായുള്ള ബന്ധം. നന്ദന്റെ സഹോദരന്റെ ഭാര്യയാണ് ഞാൻ. പേര് അഭിരാമി. ഒരച്ഛന് രണ്ടമ്മമാരിൽ പിറന്ന മക്കളാണ് അവർ രണ്ടുപേരും. ആ പെൺകുട്ടി ദേഷ്യത്തോടെ പറഞ്ഞതും അത് കേട്ട് ഗൗരിക്ക് തലചുറ്റുന്ന പോലെ തോന്നി. എന്താ എന്താ പറഞ്ഞേ? നന്ദൻ? നന്ദന്റെ സഹോദര ഭാര്യയോ? അപ്പോഴന്ന് ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ നെയിം കോളത്തിൽ നന്ദകിഷോർ എന്ന് ഞാൻ കണ്ടത്? ഗൗരി അമ്പരപ്പോടെ അവളോട് ചോദിച്ചതും അതെ, എന്റെ ഭർത്താവിന്റെ പേരും നന്ദകിഷോർ എന്ന് തന്നെയാണ്. എന്റെ നന്ദേട്ടന്റെ അച്ഛൻ നന്ദേട്ടന്റെ അമ്മ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ നാടുവിട്ടതാ. പിന്നെ കണ്ടിട്ടില്ല. അമ്മയുടെ വീട്ടുകാർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നപ്പോഴാ ഇവിടെ അച്ഛനു വേറെ ഭാര്യയും ഒരു കുട്ടിയുമുണ്ടെന്ന് അറിഞ്ഞത്. അതിൽ പിന്നെ അമ്മ അച്ഛനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അമ്മയ്ക്ക് ആൺകുട്ടി പിറന്നപ്പോൾ അച്ഛനോടുള്ള വാശിക്ക് തന്നെയാണ് ആ മോനും നന്ദകിഷോർ എന്ന പേര് വെച്ചത്. ഈ കാര്യമൊന്നും ഇവിടെ നന്ദേട്ടനോ ഏട്ടന്റെ അമ്മയ്ക്കോ അറിയില്ലായിരുന്നു. അച്ഛൻ മരിക്കാൻ കിടന്നപ്പോഴാണ് നന്ദേട്ടനോട് ഏട്ടന് ഒരു അനിയനുണ്ടെന്ന കാര്യം പറഞ്ഞത്. ആ അന്വേഷണം ഞങ്ങളിൽ വന്നെത്തി. അവൾ പറഞ്ഞതും ഗൗരി മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് അവിടെയുണ്ടായിരുന്ന സോഫയിലേക്കിരുന്നു. അവളുടെ കരച്ചിൽ കണ്ടതും അഭിരാമി ഗൗരിയുടെ അടുത്തായിരുന്നു. പതിയെ അവളുടെ തോളിൽ കൈവച്ചു. എന്റെ പേരിലാണ് ചേച്ചി നന്ദേട്ടനിൽ നിന്നും അകന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഞങ്ങൾ നന്ദേട്ടന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു. അല്ലേലും ഞാനൊരു ഭാഗ്യം കെട്ടവളാ. ആരുടെ ജീവിതത്തിലേക്ക് വന്നാലും അവർക്ക് ഞാൻ ദുഃഖം മാത്രമേ കൊടുക്കൂ. എന്റെ പേരിൽ ചേച്ചി നന്ദേട്ടനിൽ നിന്നും അകലരുത്. നന്ദേട്ടന് അത്രയും ഇഷ്ടമാണ് ചേച്ചിയെ. ഇനിയൊരിക്കലും ഞങ്ങളാരും നന്ദേട്ടനെ കാണാൻ വരില്ല. അഭിരാമി സങ്കടത്തോടെ ഗൗരിയോടായി പറഞ്ഞതും ഗൗരിക്ക് എന്തു ചെയ്യണമെന്നോ പറയണമെന്നോ അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നിന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ നന്ദനല്ലേ? ഗൗരി വീണ്ടും സംശയത്തോടെ ചോദിച്ചു. നിനക്കെപ്പോഴും എന്നെ സംശയമാണോ? പുറത്തുനിന്ന് ഒരു പുരുഷ ശബ്ദം കേട്ടപ്പോഴാണ് വാതിലിൽ എല്ലാം കേട്ടുകൊണ്ട് നന്ദനും അഭിരാമിയുടെ ഭർത്താവും കുഞ്ഞും കൂടെ നിൽക്കുന്നത് അവർ കണ്ടത്. നന്ദനെയും സഹോദരനെയും ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ആർക്കും അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, എന്നെ നിനക്ക് സംശയമാണോന്ന്? ഒന്നുമില്ലേലും നീ ഒരു IPS കാരിയല്ലേ? എന്തേലും അറിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ കൂടി അന്വേഷിക്കേണ്ടവരല്ലേ പോലീസുകാർ. എന്നിട്ട് നീ എന്തേ അത് അന്വേഷിച്ചില്ല? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? നന്ദൻ ഗൗരിയോടായി ചോദിച്ചു. പിന്നെ ആർക്കു വേണ്ടിയും നീ എന്നെ ഉപേക്ഷിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നും എന്റെ പെങ്ങളായി നീ കൂടെ വേണം, നന്ദൻ അഭിരാമിയോടായി പറഞ്ഞു. ഇനിയും നിനക്കെന്നെ വിശ്വാസമില്ലേ? ഒരിക്കലും ഞാൻ നിന്റെ പുറകെ വരില്ല. ഡിവോഴ്സ് എങ്കിൽ ഡിവോഴ്സ്. പക്ഷേ ഇനി എന്റെ മോളെ ഞാൻ കാണാതിരിക്കില്ല. നന്ദൻ പതിയെയാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഏട്ടാ, അത് ചേച്ചിക്കൊരു അബദ്ധം പറ്റിയതല്ലേ? അതിപ്പോ ആർക്കായാലും പറ്റും. നിങ്ങളെ രണ്ടുപേരെയും കണ്ടാൽ എനിക്ക് പോലും ചിലപ്പോൾ മാറിപ്പോകും. അപ്പോഴാ എന്റെ നന്ദേട്ടനെ കണ്ടിട്ട് പോലുമില്ലാത്ത ചേച്ചിയുടെ കാര്യം. ഈ ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്, അഭിരാമി അവനോടായി പറഞ്ഞു. അത് കേട്ട് നന്ദൻ ഗൗരിയെ നോക്കിയെങ്കിലും അവൾ അവനെ നോക്കാതെ തലകുനിച്ച് നിൽക്കുമായിരുന്നു. അതുകണ്ട് നന്ദൻ തിരിച്ചു നടക്കാൻ തുടങ്ങിയതും ഗൗരി പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് സോറി നന്ദൻ, അവൾ പറഞ്ഞു. അത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയതും അവൾ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. നന്ദൻ ഓർമ്മയുണ്ടോ? നമ്മുടെ അവസാന നാളുകളിൽ നന്ദൻ എന്നിൽ നിന്നും എന്തോ ഒളിപ്പിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിരുന്നു. എപ്പോൾ വിളിച്ചാലും നമ്പർ ബിസി. വീട്ടിലുള്ളപ്പോൾ വരുന്ന അൺനോൺ ഫോൺ കോൾസ്. ആ കോള് വരുമ്പോഴെല്ലാം നന്ദൻ എൻ്റെ അടുത്ത് നിന്നും മാറിപ്പോകും. അതിൻ്റെ കൂടെ എൻ്റെ ചില സുഹൃത്തുക്കൾ നന്ദനെയും ഒരു പെൺകുട്ടിയും പലയിടത്ത് വെച്ച് കണ്ടെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിരുന്നു. നന്ദൻ വീട്ടിൽ വന്നാൽ എന്നെയോ മോളെയോ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അതോടൊപ്പം ഒരു നാൾ നന്ദൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കേസിന്റെ കാര്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ നന്ദനും കൂടെ ഇവളും ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ നിൽക്കുന്നു. അപ്പോഴും ഞാനൊന്നും വിശ്വസിച്ചില്ല. ഹോസ്പിറ്റൽ റെക്കോർഡ്സിലെ പേര് കാണുന്നതുവരെ ഹസ്ബൻഡിന്റെ കോളത്തിൽ നന്ദന്റെ പേര്. അന്ന് ഓർമ്മയുണ്ടോ, ഏതോ ഒരു കേസിന്റെ ആവശ്യത്തിന് പോകുന്നു എന്നാണ് നന്ദൻ രാവിലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്. അത് നേരിട്ട് ചോദിക്കാനാണ് അന്ന് ഞാൻ നന്ദൻ താമസിക്കുന്ന വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അവിടെ ഞാൻ കാണുന്ന കാഴ്ച ഇവളുടെ വീർത്തു നിൽക്കുന്ന വയറിൽ ഉമ്മ വയ്ക്കുന്ന നന്ദനെയാണ്. അങ്ങനെ കൂടെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി. അന്ന് നന്ദൻ വിളിച്ചപ്പോഴും എന്നോട് കേസിന്റെ കാര്യമാണ് സംസാരിച്ചത്.
അതെല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. എന്നിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ടിട്ടായിരിക്കുമല്ലോ നന്ദൻ മറ്റൊരു പെണ്ണിന്റെ പുറകെ പോയതെന്ന് ഞാൻ കരുതി. പിന്നെ നന്ദനെ ആരും കുറ്റപ്പെടുത്തേണ്ടതും കരുതി. അതുകൊണ്ടാ ആരോടും ഒന്നും പറയാതെ ഞാൻ നന്ദനിൽ നിന്നും അകന്നത്. ഗൗരി തല താഴ്ത്തി പറഞ്ഞതും എല്ലാവരും നന്ദനെ തന്നെ നോക്കി. നീ പറഞ്ഞതെല്ലാം ശരിയാണ്. അന്ന് ആ കോഴ്സെല്ലാം വരുമ്പോഴെല്ലാം ഞാൻ നിന്നിൽ നിന്ന് മറച്ചു പിടിക്കുകയായിരുന്നു. അന്ന് ആ കോളിനപ്പുറം ഇവർ രണ്ടുപേരുമായിരുന്നു. അച്ഛൻ മരിക്കാൻ കിടന്നപ്പോഴാണ് ഇവരെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ആദ്യം എനിക്ക് അച്ഛനോട് ദേഷ്യം തോന്നിയെങ്കിലും പിന്നെ എനിക്ക് ഈ ലോകത്തിൽ ഒരു കൂടപ്പിറപ്പ് കൂടിയുണ്ടെന്നുള്ളത് എനിക്ക് ഒരാശ്വാസമായി തോന്നി. നിന്നോട് പറയണമെന്ന് ഞാൻ കരുതിയതായിരുന്നു. പക്ഷേ ഇവരെ കണ്ടുപിടിച്ചിട്ട് നിന്നോട് പറയാമെന്ന് കരുതി. അങ്ങനെ കുറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ ഇവരെ കണ്ടെത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ അതേ രൂപവുമായി എന്റെ അനിയൻ. പിന്നെ ഇവരെ എങ്ങനെ നിന്റെ മുൻപിൽ അവതരിപ്പിക്കണമെന്നും നീ എങ്ങനെ അത് ഉൾക്കൊള്ളുമെന്നായി എന്റെ ചിന്ത മുഴുവൻ. അങ്ങനെ അവസാനം ഇവരെ നേരിൽ നിന്നെ കാണിച്ച് ഞെട്ടിപ്പിക്കാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്കൊരു കേസ് വന്നു. അതിന്റെ പുറകെ പോയി ഞാൻ ബിസിയായിപ്പോയി. ഇടയ്ക്കൊരു ഫ്രീ കിട്ടി ഞാനിത് പറയാൻ വന്നപ്പോൾ അതുപോലെ ഒരു കേസിൽ നീയും തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടുപേരുടെയും തിരക്ക് കഴിയുന്നതുവരെ ഇവരുടെ കാര്യം ഞാനൊരു രഹസ്യമായി തന്നെ വെച്ചു. കേസിന്റെ ടെൻഷനിലെല്ലാം കഴിഞ്ഞ് മനസ്സൊന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ നിനക്കൊരു സർപ്രൈസ് തരാനായി. എന്നിട്ട് സർപ്രൈസ് കിട്ടിയത് നന്ദേട്ടനും. നന്ദൻ പറഞ്ഞു നിർത്തിയതും അഭിരാമി പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ട് അതുവരെ ഗൗരവത്തിൽ നിന്ന എല്ലാവരുടെയും ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. അപ്പോൾ നിങ്ങൾ പിരിഞ്ഞതിന് നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. സത്യത്തെ തുറന്നു പറയാൻ ഏട്ടനും സത്യാവസ്ഥ മനസ്സിലാക്കാൻ ചേച്ചിയും ശ്രമിച്ചില്ല. നിങ്ങൾ പിരിഞ്ഞതിൽ ഞങ്ങൾക്കും ചെറിയൊരു പങ്കുണ്ട്. അതിൽ ഞങ്ങൾക്ക് വിഷമവും ഉണ്ട്. ചേച്ചി അന്ന് കണ്ടതെല്ലാം ഞങ്ങളെ രണ്ടുപേരെയുമായിരിക്കും. എനിക്ക് ഡെലിവറിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ടൗണിലെ ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിരുന്നത്. ആ അവസ്ഥയിൽ ഒത്തിരി യാത്ര ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നന്ദേട്ടനാണ് ഞങ്ങളോട് ഏട്ടന്റെ കൂടെ കോട്ടേഴ്സിൽ താമസിച്ചോളാൻ പറഞ്ഞത്. അന്ന് ചേച്ചി ഞങ്ങളെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ തന്നെ വീട്ടിലേക്ക് കയറി വന്നിരുന്നേൽ നിങ്ങൾക്ക് ഇങ്ങനെ പിരിഞ്ഞ് താമസിക്കേണ്ടി വരില്ലായിരുന്നു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ചെയ്യാനുള്ളത് രണ്ടുപേരും അകത്തു ചെന്നിരുന്ന് നിങ്ങളുടെ പിണക്കവും പരിഭവവുമെല്ലാം പറഞ്ഞു തീർക്കുക മാത്രമാണ്. ഇത്രയും പറഞ്ഞ് നന്ദനെയും ഗൗരിയെയും അടുത്തുള്ള ഒരു മുറിയിലാക്കി ആ വാതിൽ പുറത്തു നിന്നും അഭിരാമി അടച്ചു. ആ, നന്ദേട്ടൻ ഇതെപ്പോ വന്നു? പുറത്തേക്ക് പോയ ലക്ഷ്മിയും അമ്മമോളും തിരിച്ചു വന്നപ്പോൾ ഹാളിൽ നിന്ന് നന്ദന്റെ സഹോദരനെ കണ്ട് ലക്ഷ്മി ചോദിച്ചു. ചേച്ചി ഇടഞ്ഞു തന്നെ നിൽക്കുവാണ്, ഒരു രക്ഷയുമിടും തോന്നുന്നില്ല. അവൾ വീണ്ടും പറഞ്ഞതും എല്ലാവരും മുഖത്തോട്ട് മുഖം നോക്കി. അച്ഛേ. അപ്പോഴേക്കും അമ്മമോള് അച്ഛയെന്ന് വിളിച്ച് നന്ദന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആരാ ചെയ്ത്? പെട്ടെന്ന് അമ്മമോളെ കണ്ട് നന്ദന്റെ കയ്യിലിരുന്ന അവന്റെ മോള് ചോദിച്ചു. നന്ദന്റെ കയ്യിലിരുന്ന കൊച്ചു നന്ദനെ അച്ഛാന്ന് വിളിച്ചത് കേട്ട് ലക്ഷ്മി വാപൊളിച്ചു നിന്നു. അവളുടെ ആ നിൽപ്പ് കണ്ടതും അമ്മയ്ക്കും അഭിരാമിക്കും ചിരിപ്പൊട്ടി. അച്ഛേ, അച്ഛ എന്താ മോളെടുക്കാത്തെ? ഈ വാവ ഏതാ? നന്ദനെ നോക്കി അമ്മമ്മോള് ചോദിച്ചതും നന്ദൻ എല്ലാവരെയും ഒന്ന് നോക്കി അമ്മമ്മോളുടെ അടുത്തായിരുന്നു. ഞാൻ മോളുടെ അച്ഛയല്ല, കൊച്ചച്ഛനാണ്. ഇത് മോളുടെ അനിയത്തിയും. നന്ദൻ തന്റെ മോളെ അമ്മമ്മോൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അത് കണ്ട് അമ്മമ്മോള് ഒന്നും മനസ്സിലാകാതെ എല്ലാവരെയും നോക്കി. അവളുടെ മനസ്സിലപ്പോൾ ഞാൻ മോളുടെ അച്ഛനല്ല എന്നുള്ള വാക്ക് മാത്രം തറഞ്ഞു നിന്നു. അമ്മേ, എന്താ ഇവിടെ നടക്കുന്നേ? നന്ദേട്ടൻ ഇത് എന്തൊക്കെയായി പറയുന്നേ? ലച്ചു ഒന്നും മനസ്സിലാകാതെ അമ്മയോട് ചോദിച്ചതും അവർ എല്ലാ കാര്യവും വള്ളിപുള്ളി തെറ്റാതെ അവളോട് പറഞ്ഞു. ശരിക്കും നന്ദേട്ടന്റെ അനിയനാണോ? കണ്ടാ പറയില്ല. അമ്മ പറഞ്ഞത് കേട്ട് ലക്ഷ്മി അത്ഭുതത്തോടെ നന്ദനോട് ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു. അമ്മമോള് ഗൗരിയുടെ മുറിയുടെ വാതിൽ തുറന്നതും റൂമിനുള്ളിൽ നന്ദന്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു നിൽക്കുന്ന ഗൗരിയെ കണ്ട് അമ്മമോള് അങ്ങനെ തന്നെ നിന്നു. ഡോറ് തുറന്ന ശബ്ദം കേട്ട് നന്ദൻ നോക്കിയതും തന്നെ കണ്ട് അന്തിച്ചു നിൽക്കുന്ന അമ്മമോളെയാണ്. അമ്മൂട്ടി, ഇത്രയും നാള് അച്ഛൻ എന്താ മോളെ കാണാൻ വരാഞ്ഞേ? മോളെ ഇഷ്ടമില്ലാത്തോണ്ടാണോ? മോൾക്കെന്ത് വിഷമായെന്നറിയോ അച്ഛയെ കാണാഞ്ഞിട്ട്? അമ്മമോള് നന്ദന്റെ പുറത്ത് ചെറുതായി തട്ടിക്കൊണ്ട് പറഞ്ഞതും അത് കേട്ട് നന്ദന്റെയും ഗൗരിയുടെയും കണ്ണുകൾ സങ്കടം കൊണ്ട് നിറഞ്ഞൊഴുകി. സോറി മോളെ, എനിക്ക് മോളുടെ വാക്കുകൾ കേട്ട് അവന് എന്തു മറുപടി പറയണമെന്നറിയില്ലായിരുന്നു. അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഗൗരിയും. തന്റെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ
അച്ഛനും മോളും ഇത്രയും നാൾ അകന്നിരുന്നു എന്നോർത്തപ്പോൾ അവളുടെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. അവളും വന്ന് നന്ദനെയും മോളെയും ചേർത്ത് പിടിച്ചു. അയ്യേ, ചീത്തക്കുട്ടികളാ കരയുന്നേ. എന്റെ അച്ഛാ ചീത്തക്കുട്ടിയല്ലല്ലോ, കരയണ്ടാട്ടോ. അമ്മ മോള് ഇതും പറഞ്ഞ് നന്ദന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അതുകണ്ട് അവൻ വീണ്ടും അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് അവളെ ഉമ്മകൾ കൊണ്ട് മൂടി. പതിയെ പതിയെ അമ്മുമോളുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. പിന്നെ അതൊരു പൊട്ടിച്ചിരിയായി മാറി. ആ ചിരി പതിയെ നന്ദന്റെയും ഗൗരിയുടെയും ചുണ്ടുകളിലേക്ക് ചേർന്നു. നന്ദൻ കുഞ്ഞുമായി എണീറ്റതും ഒരു കൈ കൊണ്ടവൻ ഗൗരിയെയും ചേർത്ത് പിടിച്ചു. മകളെയും ഭാര്യയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നന്ദനും, തന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഗൗരിയും, മകളുടെ കുടുംബജീവിതം തിരിച്ചു കിട്ടിയതിൽ ഗൗരിയുടെ അമ്മയുടെയും അനിയത്തിയുടെയും ചുണ്ടിൽ ചിരിയും ഒപ്പം ആശ്വാസവും നിറഞ്ഞു. അന്നുച്ചയോടെ കോട്ടയം കമ്മീഷണർ ഓഫീസിൽ വെച്ച് കേസിന്റെ ഫയലുകളും തൊണ്ടിമുതലുകളും കമ്മീഷണർക്ക് ഗൗരിയും നന്ദനും അവരുടെ ടീമും ചേർന്ന് കൈമാറി. കൺഗ്രാറ്റ്സ് നന്ദൻ ആൻഡ് ഗൗരി, യു ഹാവ് എ വണ്ടർഫുൾ ജോബ്. പ്രതിയെ ജീവനോടെ പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനി ബാക്കിയുള്ളവർക്ക് സമാധാനത്തോടെ രാത്രി കിടന്നുറങ്ങാലോ. കമ്മീഷണർ പറഞ്ഞതും എല്ലാവരുടെയും ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അതോടൊപ്പം നിങ്ങളുടെ കാര്യം സോൾവ് ആയല്ലോ, അതിലും സന്തോഷം. ഭാര്യയും ഭർത്താവും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ കുടുംബത്തിലുള്ളൂ. പക്ഷേ അങ്ങനെ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കണമെന്ന് മാത്രം. കമ്മീഷണർ അവരോട് പറഞ്ഞതും നന്ദനും ഗൗരിയും പരസ്പരം ഒന്ന് നോക്കി ചിരിച്ചു. എനിവേ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും കേസും കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിങ്ങളെ പുതിയൊരു കേസ് കൂടെ ഏൽപ്പിക്കുകയാണ്. കമ്മീഷണർ പറഞ്ഞതും ഐ ആം സോറി സർ, ഈ കേസ് മറ്റാരെങ്കിലും ഏൽപ്പിക്കണം. ഞാനൊരു 3-4 വർഷമായി ഭാര്യയുടെയും മോളുടെയും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട്. അതുകൊണ്ട് കുറച്ചുനാൾ ടെൻഷനൊന്നുമില്ലാതെ ഫാമിലിയോടൊപ്പം ചെലവഴിക്കാൻ സാറിനെ അനുവദിക്കണം. 1 മാസത്തെ ലീവിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ 2 പേരും, നന്ദൻ കമ്മീഷണറോട് പറഞ്ഞു. അത് കേട്ട് കമ്മീഷണർ അല്പം ആലോചിച്ചു നിന്നു. എങ്കിൽ ശരി, ഞാനായിട്ട് ഒരുമിപ്പിച്ചതല്ലേ, പോയി ആഘോഷിക്കുക 2 പേരും, കമ്മീഷണർ ചിരിയോടെ പറഞ്ഞതും സർ. നന്ദനും ഗൗരിയും കമ്മീഷണർക്ക് ഒരുമിച്ച് സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. പിന്നെ അവർ കമ്മീഷണർ ഓഫീസിൽ നിന്നും ഇറങ്ങി. അന്ന് രാത്രിയിൽ തന്നെ നന്ദന്റെ സ്കോർപിയോയിൽ നന്ദനും ഗൗരിയും അമ്മ മോളും കൂടി ഒരു യാത്ര തിരിച്ചു. അവരുടേത് മാത്രമായൊരു ലോകത്തേക്ക്, അവരുടെ മാത്രം സന്തോഷത്തിലേക്ക്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ നാട്ടിൽ പണവും അധികാരവും കയ്യിലുണ്ടെങ്കിൽ എന്തു വേണമെങ്കിലും നടക്കും എന്നൊരു ചിന്തയുണ്ട്. സ്റ്റെല്ലയെയും മധുറാമിനെയും ഇമ്മാനുവലിനെയും പോലെ ചിലർ, അവർ അവരുടെ അധികാരവും പണവും ഉപയോഗിച്ച് ചില കാളന്തിമാരെയും അതുവഴി കൃഷബിനെ പോലെയുള്ളവരെയും സൃഷ്ടിക്കും. അതുവഴി ചില ചാരുലതമാരും രമ്യമാരും ബലിയാടാവുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ചിലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ കൃഷപ്മാരുണ്ടാകാത്തതുകൊണ്ട് പുറം ലോകം അറിയില്ലെന്ന് മാത്രം. ഗൗരിയുടെയും നന്ദന്റെയും ജീവിതത്തിൽ സംഭവിച്ചത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാത്തതുകൊണ്ട് തന്നെ വന്ന തെറ്റിദ്ധാരണയാണ്. ഒന്ന് തുറന്ന് സംസാരിച്ചിരുന്നേൽ അവർക്ക് പിരിഞ്ഞു താമസിക്കേണ്ടിയും 3 വർഷത്തോളം അമ്മുമോൾക്ക് അവളുടെ അച്ഛന്റെ സ്നേഹം കിട്ടാതെയും ഇരിക്കില്ലായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.